സച്ചേട്ടാ, ഇതാരെ ഇവിടെ കൊണ്ടുവച്ചേ? അമ്പിളിച്ചേച്ചി വന്നിട്ട് പോയതാ. ഞാനല്ലേ ഇന്നും അടുക്കളയിൽ പോയി പാലെടുത്തോണ്ട് വരാറ്. ഇന്നെന്തോ ഒരു പ്രത്യേകത. അതെ, ഇന്ന് ഉറങ്ങാനുള്ള പരിപാടിയൊന്നും ഇല്ലേ? ദേ, ആ പാലെടുത്ത് കുടിച്ചിട്ട് വേഗം വന്ന് കിടക്കാൻ നോക്കിയേ. ഞാൻ എന്തായാലും ഉറങ്ങാൻ പോവാ. നേരത്തെ എഴുന്നേക്കണ്ടല്ലേ? സച്ചേട്ടാ, എന്താ എന്താടോ? സച്ചേട്ടാ, അതിലെന്തോ കരട് കിടക്കുന്നു. ചെറിയൊരു കരട് കിടക്കുന്നതിനാണോ താൻ ഇത്രയും പരാക്രമം കാണിക്കുന്നത്? എവിടെ? ഞാൻ എടുത്തോളെ. ഞാൻ എടുക്കാന്നേ. ഇതാ സോറി സച്ചേട്ടാ. അത് സാരമില്ല. ഒരു ഗ്ലാസ് പാലൂടെ ഉണ്ടല്ലോ. താൻ പോയി വേറൊരു ഗ്ലാസ് എടുത്തുണ്ടോ? സച്ചേട്ടാ, എന്ന് പിടിച്ചേ. ഹലോ. ഞങ്ങൾ രാവിലെ എത്തും. ഞാനും എൻ്റെ വൈഫും. അതെ. ഏയ് ഇല്ലില്ല. അർച്ചന, അല്ല, ഇതിലൊരു ഗ്ലാസ്സിൽ പാലുണ്ടായിരുന്നല്ലോ. അതെന്തിയെ? താൻ കുടിച്ചോ? ഞാൻ കുടിച്ചു. സച്ചേട്ടൻ ഞാൻ വേറെ എടുത്തോണ്ട് വരാം. ഇപ്പൊ എന്തായിടി? ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അർച്ചനെ മുൻവിധിയോടെ കാണരുതെന്ന്? അപ്പൊ നീ എന്താ പറഞ്ഞേ? ഈ സമയത്ത് സച്ചി അർച്ചന ഈ വീട്ടിലുണ്ടാവുന്ന്. എന്നിട്ട് എവിടെ? മുറ്റത്തേക്ക് ഇറങ്ങി ആകാശത്തേക്ക് നോക്ക്. ഈ വീടിന്റെ മേളിൽ കൂടി പറന്നു പോന്ന ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് കാണും അവർ രണ്ടുപേരും. ചേച്ചി, എന്റെ പ്ലാനൊക്കെ കറക്റ്റ് ആയിരുന്നു. പാൽ ഗ്ലാസ് റൂമിലെത്തിയ ശേഷം പിന്നെ എന്താ സംഭവിച്ചെന്നും എത്ര ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ എനിക്ക് നല്ല എത്തും പിടിയും കിട്ടി. ആ പാൽ അവള് കുടിച്ചു കാണില്ല. സച്ചിയെ കുടിക്കാനും സമ്മതിച്ചാണില്ല. അതോ ഈ മയക്കുപൊടിയൊക്കെ നമ്മുടെ ദേഹത്തെ കറക്റ്റ് വർക്കൗട്ട് ആവുള്ളോ?
രാമുന്റെ കാലത്തെ തന്ത്രമായിട്ട് വന്നിരിക്കുന്നവള്. ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വന്നപ്പോ ചേച്ചി ഈ ഐഡിയ തന്നെയല്ലേ ഉപയോഗിച്ചത്? ഞാൻ ഉപയോഗിച്ചെങ്കില് കറക്റ്റ് സമയത്ത് വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്തു. ഒരു പണിയേറ്റ് അത് ശരിക്ക് ചെയ്യണം, അല്ലാതെ ഓവർ കോൺഫിഡൻസ് കിടന്ന് ഉറങ്ങുകയല്ല വേണ്ടത്. അല്ല, നിന്റെ കയ്യിൽ ആ മയക്കുപൊടി ബാലൻസ് ഉണ്ടോ? ആ ഉണ്ട്. എങ്കിൽ ആദ്യം കുറച്ച് എനിക്ക് കലക്കിത്താ, കുറച്ച് നീയും കുടിച്ചോ. ഇതൊന്നും അറിയാതെ അങ്ങ് കിടന്ന് ഉറങ്ങാലോ. പറ്റിയത് പറ്റി. ഇനി വേറെന്താ വഴിയെന്ന് ആലോചിക്ക് ചേച്ചി. അല്ല, ഇപ്പൊ കുറെ നാളുകൊണ്ട് എനിക്ക് തന്നെയാണല്ലോ ചിന്ത. അർച്ചന ഏത് വിധേനയും തകർക്കുക, നിന്റെ സന്ദീപിന്റെ വിവാഹം നടത്തുക. ഇത് രണ്ടും നീണ്ടു പോകുന്നല്ലാതെ ഒരു കരയ്ക്ക് അടുക്കുന്നുമില്ല. ചേച്ചി, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ? എന്റെ സന്ദീപിന്റെ വിവാഹത്തിന് ആകെയുള്ളൊരു തടസ്സം ആ അർച്ചനയാ. ഇന്നും നാളെയും ആ അർച്ചന ഇവിടെ ഇല്ല. ഈ തക്കത്തിന് എങ്ങനെയെങ്കിലും അങ്കിളുടെ അനുവാദം വാങ്ങിച്ചെടുത്താലോ? അങ്ങേരൊരു മൗനാനുവാദം തന്നാല് പിന്നെ വേറെ ആരും ഒന്നും പറയില്ല. എന്റെ സന്ദീപിന്റെ വിവാഹം കഴിയുന്നതോടെ അർച്ചന തന്നെ തകർന്നോളും. ഞാനും സന്ദീപിനോട് ഇതിനെപ്പറ്റി സംസാരിക്കാം. ഒരു കണക്കിന് അവൾ ഇവിടെ ഇല്ലാത്ത നന്നായി ചേച്ചി. നമ്മൾ വേഗം എന്തെങ്കിലും തീരുമാനിച്ചാലും ഓടിയെത്താൻ പറ്റുന്നിടത്തല്ലല്ലോ അർച്ചന ഇപ്പോൾ ഉള്ളത്. ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിലെന്താ ഇത്ര ആലോചിക്കാൻ? എന്റെ കാര്യത്തിൽ ചേച്ചിക്ക് ഇപ്പൊ ഒരു താല്പര്യം ഇല്ലെന്നുള്ളതാ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അത് നീ പറഞ്ഞത് ശരിയാ. നിന്റെ കാര്യം എന്നല്ല, മറ്റെല്ലാ കാര്യങ്ങളും എനിക്കിപ്പോ സെക്കൻഡറിയാ. ആദ്യത്തെ കാര്യം മറ്റൊന്നാ, അർച്ചന. അവളുടെ നാശമാണ് ആദ്യം. നാവിന്റെ മൂർച്ചയിലും എന്റെ ചിന്തകൾക്ക് വിപരീതമായി ചിന്തിച്ചും എന്നേക്കാൾ മുകളിൽ സ്ഥാനം പിടിച്ചവള്. ഒരുപാട് ഉയരത്തിലേക്ക് പറന്നു പൊങ്ങുന്ന അവളുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തണം എനിക്ക്. നിയന്ത്രണം വിട്ട ഉയരത്തിൽ നിന്ന് താഴേക്ക് വന്ന് പതിക്കണം എന്റെ കാൽച്ചുവട്ടിലേക്ക്. അച്ഛനെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല. മോളിതങ്ങോട്ടോ പുറത്തേക്ക് പോകുന്നുണ്ടോ? ആ, പുറത്തേക്കൊന്ന് പോണം. ഒന്ന് രണ്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു. ആ, പിന്നെ അച്ഛാ, വേറൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ശരിക്കും ഇതെന്റെ ആവശ്യമല്ല, അനഘ പറഞ്ഞിട്ട് ചോദിക്കുന്നതാ. അവളുടെയും സന്ദീപിന്റെയും കാര്യത്തെപ്പറ്റി ഒരു തീരുമാനം എടുക്കണ്ടേ? എല്ലാ ദോഷങ്ങളും മാറ്റിയും വൈകുണ്ഠസ്വാമിയുടെ അനുവാദത്തിനൊക്കെ കാത്തിരുന്നും ഇതിനിയും വെച്ച് നീട്ടുന്നത് നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നുന്നേ. ആ, പിള്ളേരുടെ മനസ്സിലും ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹം കാണില്ലേ അച്ഛാ? മോള് പറയുന്നൊക്കെ അച്ഛന് മനസ്സിലായി. എല്ലാ അർത്ഥത്തിലും അത് ശരിയുമാണ്. പക്ഷേ നമ്മൾ മാത്രം വിചാരിച്ചാൽ മതിയോ മോളെ? ഈശ്വരൻ കൂടി വിചാരിക്കണ്ടേ? ഇതിനിറങ്ങുമ്പോൾ തന്നെ തടസ്സങ്ങളല്ലേ ചുറ്റും. ഒരു തവണ മുടങ്ങിപ്പോയെന്ന് വെച്ച് ഇനി അത് സംഭവിക്കില്ല അച്ഛാ, എനിക്ക് ഉറപ്പാ. അത് നിനക്ക് എങ്ങനെ അത് ഉറപ്പു പറയാൻ പറ്റും? ആ. ഈ വീടിന്റെ ദോഷം വീട്ടിൽ നിന്ന് മാറിയാൽ അകന്നു നിൽക്കും.
തലവിധി അങ്ങനെയല്ലല്ലോ. ബാക്കിയൊക്കെ പോട്ടെ എന്ന് വെച്ചാലും വൈകുണ്ഠസ്വാമി ചെയ്യരുതെന്ന് പറയുന്നൊരു കാര്യം ഒരിക്കലും ഞാൻ ചെയ്യില്ല. എന്റെ ഗുരുസ്ഥാനീയനും ഞാൻ ഈശ്വരന് തുല്യനായി കാണുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഈ വീട്ടിൽ വന്ന് ഇപ്പൊ ഈ വിവാഹം നടക്കരുതെന്ന് പറഞ്ഞെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അനഘ സന്ദീപും ഒരിക്കലും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടെന്നാണോ അച്ഛൻ പറഞ്ഞു വരുന്നേ? അങ്ങനെയല്ല, തൽക്കാലത്തേക്ക് ഒരവധി വെക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്കറിയാം ഇതിൽ തെറ്റുകാരൻ മുഴുവനായും ഞാൻ തന്നെയാണ്. ആദ്യം മുൻകൈ എടുത്തതും ഇപ്പൊ മാറ്റിവെക്കാൻ പറയുന്നതും ഞാനാ. അവരുടെ വിവാഹം കാണാൻ ഏറെ ആഗ്രഹിച്ച ആളും ഞാനാ. നമ്മുടെ ആഗ്രഹമല്ലല്ലോ ഈശ്വര തീരുമാനം. നീ അനഘയോട് അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. സന്ദീപിനോട് ഞാൻ സംസാരിക്കാം. വൈകുണ്ഠസ്വാമി സ്ഥലത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹം വന്നാലുടനെ ഞാൻ ആശ്രമത്തിൽ പോയൊന്ന് കാണാം. എന്നിട്ട് പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. അതിനുശേഷം മതി ഈ വിവാഹത്തെക്കുറിച്ച് ഇനിയൊരു ആലോചന. സന്ദീപ്, ഞാനിവിടെ നിൽക്കുന്നോണ്ടാണോ സന്ദീപ് ഒന്നും മിണ്ടാതെ തിരിച്ചു പോകുന്നത്? അങ്ങനെയാണേലും ഞാനങ്ങ് പോയേക്കാം. ഇപ്പൊ ഞാൻ ഈ മുറി വിട്ട് പോയാലും ഇനിയും ഞാനിവിടെ വരേണ്ടി വരും. കാരണം ചില തടസ്സങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എന്റെയും കൂടെ മുറിയാണല്ലോ. ലൂസ് ടോക്കിന് എനിക്ക് ഒട്ടും സമയമില്ല, താല്പര്യമില്ല. ഞാൻ സന്ദീപിനെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതാണോ ലൂസ് ടോക്ക്? എന്നോട് ദേഷ്യമൊന്നും കാണിക്കണ്ട. ഞാനിപ്പോ വന്നത് ഒരു റിക്വസ്റ്റുമായിട്ട്. മണ്ഡപം വരെ എത്തിയിട്ടും ഒരു തവണ നമ്മുടെ വിവാഹം മുടങ്ങിയതാ. മുടങ്ങിയെന്നല്ല, അർച്ചനേട്ടത്തി എല്ലാരും ചേർന്ന് മുടക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പ്രായത്തിനിടയ്ക്കുള്ള എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ സന്ദീപിന്റെ വിവാഹം. ഞാനിത് ഇങ്ങനെ പറയണമെങ്കിൽ എനിക്ക് എന്തുമാത്രം ഇഷ്ടമുണ്ടാവുമെന്ന് സന്ദീപിന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. പലതവണ പറഞ്ഞപ്പോഴും വഴക്കിൽ മാത്രം കലാശിച്ചൊരു കാര്യത്തെ ഞാൻ വീണ്ടും പൊടിതട്ടി എടുക്കുകയല്ല. എനിക്ക് സന്ദീപ് ഇല്ലാതൊരു ജീവിതമില്ല. അതുകൊണ്ട് നീ ഇനി എന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞ് കാട് കയറി സംസാരിക്കണ്ട. നീ എന്നോട് ഇഷ്ടം അറിയിച്ചപ്പോഴൊക്കെ ഞാൻ ഒരു മറുപടിയെ തന്നിട്ടുള്ളൂ. ആ മറുപടി തന്നെ എനിക്കിപ്പോഴും പറയാനുള്ളത്. എനിക്ക് തന്നെ ഇഷ്ടമല്ല, ഒരിക്കലും ഇങ്ങനെ കാണാനും ആവില്ല. തന്നെയും തന്റെ ഇഷ്ടത്തെയും വില കുറച്ച് കാണുന്നവനല്ല ഞാൻ. എനിക്ക് ഒരു ജീവിതമേ ഉള്ളൂ, ഒരു പെണ്ണും. അതൊരിക്കലും താനാവില്ല. തനിക്കെങ്ങനെ ആവാനും കഴിയില്ല. എന്താ സന്ദീപേ നമുക്കിടയിലുള്ള ഇഷ്ടത്തിന് തടസ്സം? എല്ലാരും കൂടി ബ്രെയിൻ വാഷ് ചെയ്ത് സന്ദീപിന്റെ മനസ്സ് മാറ്റിയെടുത്തിരിക്കുക.
സേതു അങ്കിളുടെ വരെ താല്പര്യമുള്ള നമ്മുടെ ഈ ബന്ധത്തെ ഒന്നോ രണ്ടോ ആളുകൾക്ക് വേണ്ടി വേണ്ടാന്ന് വെക്കുക സന്ദീപ്. എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതിയെന്നേ ഞാൻ പറയുന്നുള്ളൂ. അർച്ചന ഏട്ടത്തെ ആദരയെ സന്ദീപിന് തരാന്ന് പറയുന്നതാണോ നമ്മുടെ ബന്ധത്തിന് തടസ്സം? അതോ കവടി പലകയിലൂടെ തെളിഞ്ഞ ചേർച്ചയില്ലായ്മയോ? അതോ ആ സന്യാസി വന്ന് ഓരോന്ന് പറഞ്ഞതോ? ഇതിലേതാണെങ്കിലും അനക്കയ്ക്ക് സന്ദീപിനോടുള്ള ഇഷ്ടത്തിന് താഴെ നിൽക്കൂ. എല്ലാം ജാതകവും മുഹൂർത്തം കുറിക്കലും ഒന്നും വേണ്ട, ഒരു ആഡംബരവും വേണ്ട. ഏതെങ്കിലും ഒരു അമ്പലത്തില് അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒരു ചരടിന്റെ കഴുത്തി കെട്ടിത്തന്നാ മാത്രം മതി. അത് ഇന്നെങ്കിൽ ഇന്ന്, നാളെ എങ്കിൽ നാളെ. സന്ദീപ് അതിന് സമ്മതിക്കണം പ്ലീസ്. അനക്ക, നീ എന്തൊക്കെയായി പറയുന്നത്? ഒരിക്കലും നടക്കാത്ത കാര്യമാണ് അതൊക്കെ. അതെന്താ നീ ഇനിയും തിരിച്ചറിയാതെ പോകുന്നത്? നിന്നെ ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, ഞാൻ ആതിരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യവും നിനക്കറിയാവുന്നല്ലേ? പിന്നെ നീ ഇനി എന്തിനാണ് ഈ വിഡ്ഢിവേഷം കിട്ടുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. എന്നെ വിഡ്ഢിയാക്കുന്ന സന്ദീപ് തന്നെയല്ലേ? ഇപ്പൊ നോക്കിയാലും ആതിര ആതിര ആതിര. അങ്ങനെ അനക്കയ്ക്ക് സ്ഥാനമില്ലാത്തടത്ത് ആതിരയും വേണ്ട. എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. അതില്ലാത്തത് എന്റെ ഇഷ്ടത്തിന് മാത്രം. ആ ഇഷ്ടം മറന്ന് ഞാൻ ഇറങ്ങി തിരിച്ചാ പിന്നെ ഇങ്ങനെ ആവില്ല അനഘ. ഇനി ആതിരയും ഒത്തുള്ള സന്തുഷ്ട കുടുംബജീവിതമാണ് സന്ദീപിന്റെ മനസ്സിലെങ്കിൽ അതിപ്പോഴേ കളഞ്ഞേക്ക്. കാരണം എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരിക്കലും എനിക്ക് സന്ദീപിനെ കിട്ടില്ല എന്നറിയുന്ന നിമിഷം ആതിരയ്ക്ക് ജീവനുണ്ടാവില്ല. അവളെ ഞാൻ കൊല്ലും. ഇതിപ്പോ പറഞ്ഞു ജയിക്കാൻ വേണ്ടി ഞാൻ വെറുതെ പറയുന്നതല്ല. കൊല്ലുമെന്ന് പറഞ്ഞാൽ ഞാൻ കൊന്നിരിക്കും. എന്റെ സ്ഥാനത്തേക്ക് ഒരിക്കലും ആതിര വരില്ല, അത് ഉറപ്പാ. എങ്കിൽ എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യം കൂടി ഞാൻ പറയാം. നീ ആതിരെ കൊല്ലുന്നത് പോയിട്ട് അവളെ നിനക്കൊന്നും തൊടാൻ പോലും പറ്റില്ല. അങ്ങനെ തൊടണമെങ്കിൽ ആദ്യം നീ എന്നെ കൊല്ലണം. അത് കഴിഞ്ഞിട്ട് മറ്റെന്ത് നിനക്ക് സാധിക്കും. ആതിര എന്റെ ഭാര്യയാണ്. അതിന് ഞാൻ അവളെ താലി കെട്ടണമെന്നോ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണമെന്നൊന്നുമില്ല. ആതിര കഴിഞ്ഞിട്ടേ എനിക്ക് എന്തുള്ളൂ. ആരും. അതുകൊണ്ട് അനക്കിറങ്ങി പോയി മുറിയുന്നു. ഇനി ഒരു നിമിഷം കൂടി ആതിരയോ ഞങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചോ മോശമായി എന്തെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞാ നിന്നെ ഞാൻ തല്ലും. ഇറങ്ങടി പുറത്ത്. ഇറങ്ങി പോവാൻ. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഒരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ എൻ മൗനങ്ങൾ തേടും സംഗീതമേ. ഈ കണ്ണുകളിൽ നീയാണു ലോകം, ഈ കാതുകളിൽ നീയാണു രാഗം. ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ